ചിൽ മോഡിൽ നമുക്ക് സ്കിൻ കെയർ ചെയ്താലോ? വായോ. വെൽക്കം ബാക്ക്. ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു സ്കിൻ കെയർ ഹാക്ക് ഷെയർ ചെയ്യാനാണ് കേട്ടോ. ഞാനിത് ഇന്ന് ട്രൈ ചെയ്തതേ ഉള്ളൂ. ഫസ്റ്റ് ടൈമാണ് ഞാനിത് ട്രൈ ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് അത്യാവശ്യം മോശമില്ലാത്ത റിസൾട്ട് കിട്ടി. അപ്പോൾ ഞാൻ എന്താണെന്ന് പറയാം. എനിക്ക് അത്യാവശ്യം ബ്ലാക്ക് ഹെഡ്സ് ഒക്കെ ഉള്ളതാണ് കേട്ടോ. ആക്ച്വലി ഞാനിപ്പോൾ ക്ലീനപ്പ് ചെയ്തിട്ട് ഏകദേശം 8 മാസമായി. 8 മാസത്തിന് മുന്നെയാണ് ഞാൻ ക്ലീനപ്പ് ചെയ്തത്. ഞാൻ സാധാരണ ഇങ്ങനെ വർഷത്തിലൊരിക്കലോ അല്ലെങ്കിൽ 6 മാസത്തിലൊരിക്കലോ ഒക്കെയാണ് ക്ലീനപ്പ് ചെയ്യാറുള്ളത്. ചിലപ്പോൾ അങ്ങനെ ചെയ്യാതെ ഇരിക്കാറുണ്ട്. പക്ഷേ ഞാൻ എന്നും ഫേസ് വാഷ് ഇട്ട് 2 പ്രാവശ്യം അല്ലെങ്കിൽ മിനിമം 1 പ്രാവശ്യമെങ്കിലും ഫേസ് നന്നായിട്ട് കഴുകാറുണ്ട്. അപ്പോൾ അത്യാവശ്യം ക്ലീനായി ഹൈജീനിക്കായിട്ട് വെക്കാൻ വേണ്ടി ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. പിന്നെ എന്തെങ്കിലും ആക്നെയോ അങ്ങനെ കുരുവോ അല്ലെങ്കിൽ ബ്ലാക്ക് ഹെഡ്സ് ആണെങ്കിൽ പോലും ഞാൻ കൈകൊണ്ട് തൊടാറില്ല, അതിനിങ്ങനെ പോപ്പ് ചെയ്ത് എടുക്കാറില്ല, സ്ക്വീസ് ചെയ്ത് കളയാൻ നോക്കാറില്ല, ഇതൊന്നും ഞാൻ ചെയ്യാറില്ല. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഒരു റൂട്ടീൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ചെയ്യാത്തതിൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നിങ്ങൾ മുഖക്കുരുവൊക്കെ ഉള്ള ആളാണെങ്കിൽ ഒരിക്കലും കുരു വരുമ്പോഴത്തേക്ക് അതിനെ സ്ക്വീസ് ചെയ്യുകയോ അതിൽ തൊടയോ അതിന് പൊട്ടിച്ച് കളയാൻ നോക്കുക ഒന്നും ചെയ്യാൻ പാടില്ല. കാരണം അതിൽ ഇൻഫെക്ഷൻ ആയതിനു ശേഷം അത് കൂടുതൽ സ്ഥലത്തേക്ക് സ്പ്രെഡ് ആവും. ട്രൈ ചെയ്തതെന്ന് പറഞ്ഞത് വാസ്ലിൻ യൂസ് ചെയ്യുന്നതാണ് കേട്ടോ. എനിക്ക് ബ്ലാക്ക് ഹെഡ്സ് നല്ലോണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ എനിക്ക് മൂക്കിൻ്റെ സൈഡിൽ പിന്നെ ഈ നെറ്റിൽ കുറവായിരിക്കും. ഇവിടെ ഈ താഴത്തെ സ്ഥലം ഒരു ടി സെക്ഷൻ എന്ന് പറയത്തില്ല, ആ ഒരു സ്ഥലത്താണ് കൂടുതലായിട്ട് ഓയിലും ഉണ്ടാവാറുണ്ടായിരുന്നു. പിന്നെ ബ്ലാക്ക് ഹെഡ്സും പിന്നെ ചെറിയ വൈറ്റ് ഹെഡ്സും ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടുണ്ടാവാറുണ്ടായിരുന്നു. അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്ന ഇപ്പോൾ UAE-ലാണുള്ളത്. അവിടെ അത്യാവശ്യം ഡ്രൈ ആയിട്ടുണ്ട്, നല്ല ക്ലൈമറ്റ് ഡ്രൈ ആയിട്ടുണ്ട്. ഒരു കാര്യം കൂടെ ഉള്ളതുകൊണ്ടാണ് ഞാൻ വിചാരിച്ചത് എന്തായാലും ട്രൈ ചെയ്യാം. എനിക്ക് വാസ്ലിൻ തൊടുന്നതും അത് ദേഹത്തിടുന്നതും തീരെ ഇഷ്ടമുള്ള കാര്യമില്ല. കാരണം ഇത് ഭയങ്കര ഓയിലി ആണല്ലോ. ഞാൻ വാസ്ലിൻ ഫേസിൽ ഇതുവരെ തൊട്ടിട്ട് പോലില്ല. എന്ന് വെച്ചാൽ കാലിലോ കയ്യിലൊക്കെ ചിലപ്പോൾ ട്രൈ ആകുമ്പോഴൊക്കെ ഇട്ടിട്ടുണ്ട് എന്നുള്ളതല്ലാതെ ഫേസിൽ ഇതുവരെ ഞാൻ ട്രൈ ചെയ്തിട്ടില്ല. അപ്പോൾ ഇന്ന് എന്തായാലും നോക്കാം. ഇപ്പോൾ ട്രൈ ആണല്ലോ, അല്ലെങ്കിൽ മൊത്തത്തിൽ സ്കിന്നൊക്കെ ഡ്രൈ ആയി ഇളകിക്കൊണ്ടിരിക്കുക. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്യാമെന്ന് പറഞ്ഞു വാസ്ലിൻ എടുത്ത് ട്രൈ ചെയ്ത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. കമോൺ. ഫേക്കായിട്ടുള്ള കണ്ടൻറ്റൊന്നും ഞാൻ ഇടാറില്ല കേട്ടോ. കാരണം എനിക്ക് അതിൻ്റെ ആവശ്യമില്ല. അങ്ങനെ കിട്ടുന്ന സബ്സ്ക്രൈബർ എന്ന് പറഞ്ഞാൽ ഞാൻ യൂസ് ചെയ്ത് എനിക്ക് റിസൾട്ട് കിട്ടി, അല്ലെങ്കിൽ എനിക്കിഷ്ടമായി എൻ്റെ സ്കിന്നിന് പറ്റിയതും പിന്നെ അതേപോലെ റെസിപ്പീസും അങ്ങനെ തന്നെയാണ് കേട്ടോ. എല്ലാം ലൈഫ് ലെസൺസും ഇതെല്ലാം അങ്ങനെയുള്ളതാണ്. അപ്പോൾ അങ്ങനെയുള്ള കണ്ടൻറ്റൊക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ അപ്പോൾ കൂടുതൽ കാണാനായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നമുക്ക് പണി തുടങ്ങാം. ഈ സെൽഫ് കെയറും സ്കിൻ കെയറൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് പ്രത്യേക എനർജിയും ഒരു സന്തോഷമൊക്കെ ആവും. അപ്പോൾ നമുക്ക് ആ ഒരു രീതിക്ക് തന്നെ ചെയ്തു തുടങ്ങാം. ആദ്യം നമ്മൾ ഫേസ് വാഷ് ഇട്ട് നല്ല ക്ലീൻ ആയിട്ടുള്ള ഫേസിലാണ് കേട്ടോ വാസ്ലിൻ തുടങ്ങാനുള്ളത്. ഞാൻ ആദ്യമൊക്കെ വിചാരിച്ചിരുന്നത് വാസ്ലിൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഓയിലി ആക്കുന്ന സാധനമാണ്, ഫേസിലിടുന്ന നല്ലതെന്ന് വിചാരിച്ചിരുന്നത്. പക്ഷേ ഞാൻ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് വായിച്ചപ്പോഴാണ് മനസ്സിലാക്കിയത് വാസ്ലിൻ കോമഡോജനിക്കല്ല. നമ്മൾ പോസ് ക്ലോഗ് ചെയ്യും എന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. അടഞ്ഞിട്ട് പിന്നെ കുരു വരും, അങ്ങനെയൊക്കെ ഉള്ളൊരു തോട്ട്സാണ് സാധാരണ എല്ലാവർക്കും ഉള്ളത്. പക്ഷേ ശരിക്കും ഓപ്പോസിറ്റാണ്. ഞാൻ ഓരോന്നൊക്കെ കാണിക്കുന്നുണ്ട്, അതേപോലെയൊക്കെ തന്നെ ചെയ്യണം കേട്ടോ. ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഷീറ്റ് കൂടെ വെട്ടിയിട്ട് കറക്റ്റ് ആ സ്ഥലത്ത് ഇങ്ങനെ വെച്ച് കൊടുക്കണം. എന്നിട്ട് ജസ്റ്റ് ഇങ്ങനെ അതിൻ്റെ പുറത്തൂടെ ഒന്ന് ചൂടാക്കി കൊടുക്കണം. ആ സമയത്തെന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്ത് ചെറിയൊരു നനവ് വരും കേട്ടോ. ഈ വാസ്ലിനും ഈ ഷീറ്റും കൂടി ഇരിക്കുന്നതുകൊണ്ട് ചൂട് പുറത്ത് പോകാതിരുന്നിട്ട് അവിടെ ഒരു 20 മിനിറ്റ് നേരമൊക്കെ ഞാൻ ഇങ്ങനെ വെച്ചിരുന്നു കേട്ടോ. ചെറുതായിട്ടൊന്ന് മസാജൊക്കെ ചെയ്ത് കൊടുക്കുക അതിൻ്റെ പുറത്തോടെ തന്നെ. എന്നിട്ട് ഒരു ടവലെടുത്ത് വെച്ചിട്ട് ആദ്യം ഒന്ന് തുടച്ച് നോക്കി. അപ്പോൾ ചെറുതായിട്ടൊക്കെ വരുന്നുണ്ട്, സൈഡിൽ നിന്ന് അഴുക്ക് പോലെയൊക്കെ കാണുന്നുണ്ടല്ലോ. അത്യാവശ്യം ക്ലിയർ ആയതുപോലെ തോന്നുന്നുണ്ട്. ഫേസ് നല്ല സോഫ്റ്റായി ഒരു സപ്പിൾ ഫീലിംഗ് ഉണ്ട്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ശേഷം എങ്ങനെയാണെന്ന് പറയാം കേട്ടോ. എനിക്കെന്തായാലും ഇഷ്ടമായി. അവർക്ക് എക്സ്ട്രാക്ഷൻ റൂൾസൊക്കെ എടുക്കുമ്പോഴത്തേക്ക് നന്നായിട്ട് നീര് വന്ന പോലെ ചുമന്ന് തടിച്ച് വരാറുണ്ട്. ഇതൊന്നും ആയില്ല, എനിക്കെന്തായാലും ഇഷ്ടമായി. എൻ്റെ കൺക്ലൂഷൻ എന്ന് പറഞ്ഞാൽ കുത്തിയെടുപ്പിനെക്കാട്ടും ബെറ്റർ.